രാവിലെ ഇങ്ങനെ പൊതച്ചു മൂടി കിടക്കണം. ഒരു 7:30 എണീക്കണം. എണീറ്റ് വരുമ്പോഴേക്കും അമ്മ ഫുഡെല്ലാം റെഡി ആക്കിയിട്ടുണ്ടാവും. അത് കഴിക്കുക, പിന്നെ സിനിമ കാണുക, അല്ലറ ചില്ലറ ഹെൽപ്പൊക്കെ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കുക. അങ്ങനെ ഇരുന്ന ഞാൻ ദേ ഇപ്പോൾ ഒരു അമ്മയായി. ഇപ്പോൾ എൻ്റെ അമ്മ ചെയ്ത പണികളെല്ലാം ഞാനും ചെയ്യാൻ തുടങ്ങി. ഞാനൊരാൾ എണീക്കാതിരുന്നാൽ എൻ്റെ 2 പിള്ളേരും പട്ടിണിയാവും. അപ്പോൾ അവരുടെ കുഞ്ഞു മുഖം കാണുമ്പോൾ നമുക്ക് എത്ര മടിയാണെങ്കിലും എത്ര വയ്യെങ്കിലും നമ്മൾ അറിയാതെ എണീറ്റ് പോകും. ഒരു സമയത്ത് നമ്മൾ അമ്മമാരോട് ഭയങ്കര ദേഷ്യപ്പെട്ടും ഒക്കെ പെരുമാറിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ദിവസവും ഞാൻ എൻ്റെ അമ്മേനെ ഓർക്കാറുണ്ട്. എൻ്റെ അമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ച് ഓർക്കാറുണ്ട്. ഏതൊരു കാര്യവും നമ്മൾ അനുഭവിക്കാതെ നമുക്കത് മനസ്സിലാവില്ല എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഇത്രയും വലുതായി നമ്മൾ സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് മാറി ഒരു കുടുംബിനെയൊക്കെ ആയി ഇതേ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അമ്മ ഇപ്പോഴും രാവിലെ വിളിക്കും. എന്താ ഉണ്ടാക്കിയേ? വല്ലതും ഉണ്ടാക്കിയോ? പിള്ളേർക്ക് എന്താ കൊടുത്തു വിടുന്നേ? എന്തെങ്കിലും വേണോ? പോട്ടെ. ഇനിയിപ്പോൾ അമ്മയുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയെന്ന് വെച്ചോ, അപ്പം കൊണ്ടുത്തരും എനിക്ക്. അതുമല്ല, എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എന്തൊക്കെ പണിയുണ്ടെന്ന് അമ്മ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. മിക്ക ദിവസവും ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അടിച്ചു വാരിയിട്ടുണ്ടാവും, തുണിയൊക്കെ ഏകദേശം വാഷ് ചെയ്തിട്ടുണ്ടാവും. എന്ത്, അമ്മയ്ക്ക് ഇത് ചെയ്യേണ്ട ഒരു കാര്യമില്ല, അമ്മയുടെ വീട് തൊട്ടപ്പുറത്താണ്, അമ്മയ്ക്ക് അവിടുത്തെ പണി ബാക്കിയുണ്ട്. പക്ഷെ അമ്മ എൻ്റെ വീട്ടിലെ പണിയും കൂടെ സ്വന്തം പണിയായിട്ട് ഇങ്ങ് ഏറ്റെടുക്കും. അമ്മമാര് നമ്മുടെ കൂടെ ഇങ്ങനെ എപ്പോഴും ഉണ്ടാകുന്നത് വലിയൊരു കരുത്ത് തന്നെയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ അമ്മയായിട്ട് കൂടുതൽ അടുത്തത്. കാരണം അമ്മ പറയുന്ന പല കാര്യങ്ങളൊന്നും പണ്ട് എനിക്ക് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അമ്മയുടെ ഫീലിങ്സും അമ്മ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. ഇതിപ്പോ എന്റെ മാത്രം കഥയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒട്ടുമിക്ക എല്ലാ പെൺകുട്ടികളുടെയും കഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ?